നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാജ്യത്തെ യുവാക്കളെ ഭീകര ആശയങ്ങളിലേക്ക് ആകൃഷ്ടരാക്കി ഭീകരപ്രവർത്തനത്തിന് പ്രേരിപ്പിക്കുന്ന സംഘടനകൾ ഇന്ത്യക്കകത്തും വിദേശത്തും പ്രവർത്തിക്കുന്നുണ്ട്. ഈ സംഘടനകൾ നമ്മുടെ ആഭ്യന്തര സുരക്ഷയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ രാജ്യസുരക്ഷയ്ക്ക് ഉയർത്തുന്ന വെല്ലുവിളികൾ അത് വളരെ വലുതാണ്. ഈ കാലഘട്ടത്തിൽ രാജ്യത്തിന് നേരെ ഇത്തരത്തിലുള്ള ഭീകരാക്രമണങ്ങൾ വളരെയധികം കുറവാണ്. പക്ഷേ എന്നുവെച്ചാൽ രാജ്യത്തിന് സുരക്ഷാ വെല്ലുവിളികൾ ഇല്ല എന്നല്ല അതിൻ്റെ അർത്ഥം. അതായത് ഈ രാജ്യത്തിന് നേരെ നിരവധി സുരക്ഷാ ഭീഷണികൾ ഇപ്പോഴുമുണ്ട്, നിരവധി നീക്കങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്ന് ദില്ലിയിൽ നടന്ന അറസ്റ്റ്. രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുക അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഭീകരാക്രമണങ്ങൾ നടത്തുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിച്ചിരുന്ന 4 അംഗ സംഘത്തെയാണ് ദില്ലി പോലീസിൻ്റെ സ്പെഷ്യൽ സെൽ ഇന്ന് അറസ്റ്റ് ചെയ്തത്. ഇതിൽ 2 പേർ മഹാരാഷ്ട്ര സ്വദേശികളാണ്. ഒരാൾ ഒഡീഷ സ്വദേശിയും ഒരാൾ ബീഹാർ സ്വദേശിയുമാണ്. മഹാരാഷ്ട്ര സ്വദേശികളായിട്ടുള്ള മൊസൈദ് അഹമ്മദ്, മുഹമ്മദ് ഹമ്മത്ത്, അതോടൊപ്പം ഒഡീഷ സ്വദേശിയായ ഷെയ്ഖ് ഇമ്രാൻ, മുഹമ്മദ് സൊഹൈൽ ബീഹാർ സ്വദേശിയാണ്. എന്നിങ്ങനെ 4 പേരെയാണ് ദില്ലി പോലീസിൻ്റെ സ്പെഷ്യൽ സെൽ അറസ്റ്റ് ചെയ്തത്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഫോടനങ്ങൾ നടത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി ഇവർ പ്രവർത്തിച്ചു വരികയായിരുന്നു. അതായത് ഇവരുടെ പക്കൽ നിന്നും പൂർണ്ണമായി നിർമ്മിച്ച ഒരു IED ബോംബും നിർമ്മാണഘട്ടത്തിലുള്ള 2 IED ബോംബുകളും പിടിച്ചെടുത്തിട്ടുമുണ്ട്. ഈ ഭീകര സംഘടനകൾ അത്രമാത്രം വലിയ ഭീഷണി ഉയർത്തുന്ന ഭീകര സംഘടനകളാണ്. അവർ സമീപ ഭാവിയിൽ തന്നെ ആക്രമണം നടത്താൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണിത്. മാത്രമല്ല ഇവരെല്ലാം വളരെ ഏകീകൃതമായ സ്വഭാവത്തോടു കൂടിയാണ് പ്രവർത്തിച്ചിരിക്കുന്നത്. ഇവർക്ക് പിന്നിൽ ചില കരങ്ങളുണ്ട്. അത് ആ കരങ്ങൾ സ്വദേശത്താണോ വിദേശത്താണോ എന്നൊക്കെ ഇനി അന്വേഷണത്തിലൂടെ കണ്ടെത്തേണ്ടതാണ്. എന്തായാലും രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന രഹസ്യാന്വേഷണ ഏജൻസികളുടെ ഇൻപുട്ടിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ദില്ലി പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവരുടെ ഒരു പ്രവർത്തന രീതി പരിശോധിച്ചാൽ എങ്ങനെയാണ് അന്താരാഷ്ട്ര ഭീകര സംഘടനകൾ നമ്മുടെ യുവാക്കളെ ആകൃഷ്ടരാക്കുന്നത്, അവരിലേക്ക് ആകർഷിക്കുന്നത്, എങ്ങനെയാണ് അവർ ഭീകരവാദികളാക്കി ഇവരെ മാറ്റുന്നത് എന്നൊക്കെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഈ 4 പേരും ഭീകരവാദ പ്രത്യയശാസ്ത്രത്തിൻ്റെ അടിമകളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ലഷ്കർ ഇ ഖൊറാസൻ എന്ന് പറയുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിൽ ഇവർ വിശ്വസിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഖൊറാസാനിൽ നിന്നും ഒരു സൈന്യം ഉരുത്തിരിഞ്ഞു വരും എന്ന് വിശ്വസിക്കുന്നവരാണ്. മാത്രമല്ല ഈ സൈന്യം വരുമ്പോൾ ഗസ്വ ഇ ഹിന്ദ് എന്ന് പറയുന്ന വിശുദ്ധ യുദ്ധം, ഗസ്വ ഇ ഹിന്ദ് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കെതിരെ വിശുദ്ധ യുദ്ധം നടത്തുക എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുക, അങ്ങനെ ഒരു സൈന്യം ഉണ്ടാകുമ്പോൾ ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇവർ പ്രവർത്തിക്കുന്നത്. ഇതൊരു വലിയ പുണ്യപ്രവൃത്തിയായിട്ടാണ് ഇവർ കാണുന്നത്. അങ്ങനെ തീവ്രവാദ ആശയങ്ങൾ ഇവരുടെ തലച്ചോറുകളിൽ കുത്തി നിറച്ചിരിക്കുന്നു. അതിനുശേഷം ചെറിയ ചെറിയ ഭീകര മൊഡ്യൂളുകൾ ഉണ്ടാക്കുന്നു. അവർക്ക് IED ബോംബ് നിർമ്മിക്കുന്നതിനടക്കമുള്ള പരിശീലനങ്ങൾ നൽകുന്നു. അതിനുശേഷം അവരെ കൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഫോടനങ്ങൾ നടത്താൻ വേണ്ടി പദ്ധതിയിടുന്നു. പക്ഷേ ഒട്ടനവധി കേസുകൾ, ഇത്തരത്തിലുള്ള ഒട്ടനവധി ഉദാഹരണങ്ങൾ നമുക്ക് കഴിഞ്ഞ കാലങ്ങളിൽ വാർത്താ മാധ്യമങ്ങളിൽ പരിശോധിച്ചാൽ മനസ്സിലാകും. നമ്മുടെ ഭീകരവിരുദ്ധ ഏജൻസിയായ NIA-യും രഹസ്യാന്വേഷണ ഏജൻസികളും പല സംസ്ഥാനങ്ങളുടെ ഭീകരവിരുദ്ധ സ്ക്വാഡും എല്ലാം ചേർന്ന് ഇത്തരത്തിലുള്ള നിരവധി ഭീകര മോഡ്യൂളുകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്ന് ദില്ലിയിൽ അറസ്റ്റിലായിട്ടുള്ള ഈ 4 അംഗ സംഘം. ഇവരുടെ പ്രവർത്തനത്തിലേക്ക് ഒന്നുകൂടി ഇഴകീറി പരിശോധിച്ചാൽ എത്രമാത്രം അപകടകരമായിട്ടാണ് ജിഹാദി പ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ വ്യാപിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ 4 അംഗ സംഘത്തിൻ്റെ ആദ്യത്തെ വ്യക്തി മൊസൈദ് അഹമ്മദാണ്. ഇയാൾ ഒരു മെക്കാനിക്കാണ്. മുംബൈയിൽ ഒരു ഓട്ടോമൊബൈൽ ഷോപ്പിൽ മെക്കാനിക്കായി ജോലി ചെയ്യുന്നയാളാണ്. ഇയാളാണ് ഈ ബോംബ് നിർമ്മിക്കുന്നത്. അതായത് ഇവരുടെ പക്കലുണ്ടായിരുന്ന IED എന്ന് പറയുന്നത് വിദൂര നിയന്ത്രിത ബോംബാണ്. വിദൂരത്തിരുന്നു കൊണ്ട് റിമോട്ട് കൺട്രോളിലൂടെ സ്ഫോടനങ്ങൾ നടത്താൻ സാധിക്കുന്ന ബോംബാണ് ഈ സംഘത്തിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നത്. അങ്ങനെ ഒരു ബോംബ് പിടിച്ചെടുത്തതിന് പിന്നിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ബോംബ് നിർമ്മിച്ചതിന് പിന്നിൽ ഈ പറയുന്ന മൊസൈദ് അഹമ്മദാണ്. ഇയാളുടെ മെക്കാനിക്കലായിട്ടുള്ള വിവരങ്ങൾ, ഒരു മെക്കാനിക്ക് എന്ന രീതിയിൽ ഇയാൾക്കുള്ള വിവരങ്ങൾ വെച്ചുകൊണ്ട് ഒരു ടോയ് കാറിൽ എങ്ങനെയാണോ റിമോട്ട് കൺട്രോൾ പ്രവർത്തിക്കുന്നത് അതിൽ ചില മോഡിഫിക്കേഷൻ വരുത്തിയിട്ടാണ് റിമോട്ട് കൺട്രോൾ കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ബോംബ് ഇവർ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. മാത്രമല്ല രണ്ടാമത്തെ വ്യക്തി മൊസൈദ് അഹമ്മദ്, ഇയാൾ പ്രായപൂർത്തിയായ വ്യക്തിയല്ല, കൊച്ചു കുട്ടിയാണ്, +2 പഠിക്കുന്ന കുട്ടിയാണ്. ഈ
കുട്ടി ഒരു മുഹമ്മദ് ഹമ്മദ് എന്ന് പറയുന്ന +2 വിദ്യാർത്ഥി, ഇയാളാണ് ഈ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ അതായത് ബോംബ് നിർമ്മിക്കുന്നതിനാവശ്യമായ മറ്റ് ഉപകരണങ്ങൾ ശേഖരിക്കുന്നത്. ഇവർക്കൊക്കെ കൃത്യമായ പരിശീലനമൊക്കെ നൽകുന്നുണ്ട്. ഒരു ബോംബ് നിർമ്മിക്കുന്നതിന് എന്തൊക്കെ ഘടകങ്ങൾ ആവശ്യമാണ്, ആ ഘടകങ്ങളെല്ലാം ശേഖരിക്കുക എന്ന കർത്തവ്യമാണ് ഈ പറയുന്ന മുഹമ്മദ് ഹമ്മദ് എന്ന് പറയുന്ന +2 വിദ്യാർത്ഥി ചെയ്തുകൊണ്ടിരുന്നത്. ഷെയ്ഖ് ഇമ്രാൻ എന്ന് പറയുന്ന ഒഡീഷ സ്വദേശി, ഇയാൾ ഡെലിവറി ബോയ് ആയിട്ടും അതുപോലെ തന്നെ സെക്യൂരിറ്റി ഗാർഡായിട്ടുമൊക്കെ ചെറിയ ചെറിയ ജോലികൾ ചെയ്തു വന്നിരുന്ന വ്യക്തിയാണ്. ഇയാളുടെ ഈ സംഘത്തിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ തീവ്രവാദ ആശയം പ്രചരിപ്പിക്കുക, ഈ തീവ്രവാദ ആശയം ചർച്ചയ്ക്ക് വയ്ക്കുക, അതിൽ നിന്നും വളരെ കൃത്യമായി ഈ തീവ്രവാദ ആശയങ്ങളിലേക്ക് ആകൃഷ്ടരാകുന്ന കൂടുതൽ യുവാക്കളെ ഈ സംഘത്തിലേക്ക് കൊണ്ടുവരിക. ഇങ്ങനെ ഒരു പ്രവർത്തനമാണ് ഈ പറയുന്ന ഷെയ്ഖ് ഇമ്രാൻ നടത്തിക്കൊണ്ടിരുന്നത്. അതിനായി നിരവധി വാട്സാപ്പ് ഗ്രൂപ്പുകളും ടെലഗ്രാം ഗ്രൂപ്പുകളുമൊക്കെ ഈ സംഘം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവരെല്ലാം നിരവധി ഗ്രൂപ്പുകളുടെ അഡ്മിന്മാർ കൂടിയാണ്. ഈ ഗ്രൂപ്പുകളിലെല്ലാം ചർച്ച ചെയ്യുന്നത് ഇസ്ലാമിക തീവ്രവാദവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആശയങ്ങളാണ്. എങ്ങനെയാണ് ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കേണ്ടത്, ഇസ്ലാമിക രാജ്യം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഇപ്പോഴത്തെ കാഫിറുകളെയെല്ലാം അതായത് ഇസ്ലാം അല്ലാത്തവരെയെല്ലാം എങ്ങനെ നീക്കം ചെയ്യാം, ഇസ്ലാമിക ഭരണത്തിലേക്ക് കാലിഫേറ്റ് ഭരണത്തിലേക്ക് എങ്ങനെ ഈ പറയുന്ന ലോകത്തെ മുഴുവൻ കൊണ്ടുവരാം, ജിഹാദ് എങ്ങനെ നടത്താം, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ പറയുന്ന സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലെ ഗ്രൂപ്പുകളിലൂടെ ഇവർ ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചകളിലൂടെയാണ് ഭാവിയിലെ തീവ്രവാദികളെ ഇവർ കണ്ടെത്തുന്നതും അവരെ തെരഞ്ഞുപിടിച്ച് കണ്ടെത്തിയതിനു ശേഷം അവരെ പരിശീലനം നൽകി സ്വന്തം കൂട്ടത്തിൽ കൂട്ടുകയും പിന്നീട് രാജ്യത്തിനെതിരായി യുദ്ധം ചെയ്യുക എന്ന പ്രവർത്തനമാണ് ഈ പറയുന്ന മൂന്നാമൻ നടത്തിയിരുന്നത്. നാലാമത്തെ ആൾ മുഹമ്മദ് സൊഹൈദാണ്. മുഹമ്മദ് സൊഹൈദും ഇതുപോലെ ഒരു സോഷ്യൽ മീഡിയ എക്സ്പേർട്ടാണ്. സോഷ്യൽ മീഡിയയിലൂടെ സമാനമായ ആശയങ്ങളുള്ള സംഘടനകളെയും വ്യക്തികളെയും ഇയാൾ കണ്ടെത്തുന്നു. ബാങ്കിൻ്റെ വിവരങ്ങൾ അവരുമായി പങ്കുവെച്ച് അവരിൽ നിന്നും പണപ്പിരിവ് നടത്തുന്നു. കാരണം ഈ 4 അംഗ സംഘം കുറേ നാളുകളായി പ്രവർത്തിക്കുന്നവരാണ്. ഇവരെ ഒരു ഘട്ടത്തിൽ വിദേശത്തേക്ക് കൊണ്ടുപോയി ഒരുപക്ഷെ പരിശീലനമൊക്കെ നൽകാൻ ഈ പറയുന്ന ഹാൻഡിലർമാർക്ക്, ഇവരെ നിയന്ത്രിക്കുന്ന ഹാൻഡിലർമാർക്ക് പദ്ധതി ഉണ്ടാകും. മാത്രമല്ല ദീർഘകാലം മറ്റൊരു ജോലിയും ചെയ്യാതെ ഇവർക്ക് ഈ പ്രവർത്തനങ്ങളിൽ മുഴുകേണ്ടതുണ്ട്. ഇവർക്ക് ബോംബ് നിർമ്മിക്കുന്നതിനും സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുന്നതിനുമൊക്കെ ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ വില കൊടുത്ത് വാങ്ങേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രവർത്തനത്തിന് വലിയ ചിലവ് വരുന്നുണ്ട്. ഈ ചിലവ് ആവശ്യമായിട്ടുള്ള തുകയും കണ്ടെത്തുന്നത് ഇതേ സംഘം തന്നെയാണ്. ഇങ്ങനെ 4 അംഗ സംഘത്തിന് കൃത്യമായി തന്നെ ജോലികൾ പകുത്തു നൽകിക്കൊണ്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഈ മോഡ്യൂൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. ഈ 4 അംഗ സംഘത്തിലെ 3 പേരും യുവാക്കളാണ്, ഒരാൾ +2 വിദ്യാർത്ഥിയാണ്. എല്ലാവരും വളരെ കൃത്യമായി അവരുടെ ജോലികൾ ചെയ്തു വരുന്നതിനിടയിലാണ് രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ഇവരുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചോർന്നു കിട്ടുന്നത്. അതിനുശേഷമാണ് ദില്ലി പോലീസിൻ്റെ സ്പെഷ്യൽ സെല്ല് ഇവരെ അറസ്റ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ഇൻ്റർനെറ്റിലൂടെ ഈ തീവ്രവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും അതുവഴി പണം കണ്ടെത്തുക, അതിനുശേഷം ഭീകരാക്രമണം നടത്താനുള്ള സ്ഫോടക വസ്തുക്കൾ അടക്കം ശേഖരിക്കുക, അതിനുശേഷം ആക്രമണം നടത്തുക എന്നതായിരുന്നു ഇവരുടെ പദ്ധതി. ഇത് 1-2 ദിവസം കൊണ്ട് ഉണ്ടാക്കുന്ന പദ്ധതിയല്ല, ഇതെല്ലാം ദീർഘകാല പദ്ധതിയാണ്. ഇവരെ ഒരുപക്ഷെ നയിക്കുന്നത് വിദേശത്തിരുന്നു കൊണ്ട് ഒരു പാകിസ്ഥാൻ ഭീകരനോ അല്ലെങ്കിൽ ഒരു IS ഭീകരവാദിയോ ഒക്കെ ആയിരിക്കാം. ഇവരെയൊക്കെ ഇൻ്റർനെറ്റ് മുഖേന ബന്ധിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇവർക്ക് പരിശീലനങ്ങൾ നൽകുന്നത്. എന്തായാലും ഇന്ത്യയിലുള്ള യുവാക്കളെ തന്നെ ഇത്തരത്തിൽ മോൾഡ് ചെയ്തെടുത്ത് അവരിൽ തീവ്രവാദ ആശയങ്ങൾ കുത്തിവെച്ച് അവരെ തീവ്രവാദികളാക്കി മാറ്റിയതിനു ശേഷം രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യിപ്പിക്കുകയാണ്. ഇത് ആദ്യത്തെ ഉദാഹരണമല്ല, ഇത് ഏറ്റവും ഒടുവിലായി പുറത്തേക്ക് വന്ന ഒരു ഉദാഹരണം മാത്രമാണ്. ഇവരുടെ ആക്രമണങ്ങൾ അത് നടക്കുന്നതിന് മുമ്പ് തന്നെ തടയാൻ സാധിക്കുന്നു എന്നുള്ളിടത്താണ് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷാ ഏജൻസികളുടെ വിജയമെന്നത്. പക്ഷേ നമ്മുടെ കുട്ടികൾ എന്തിനു വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ആശയങ്ങൾക്ക് അടിമപ്പെട്ടു പോകുന്നത് എന്നത് മറ്റൊരു സാമൂഹിക വിഷയം കൂടിയാണ്. അത് സംസ്ഥാന സർക്കാരുകളടക്കം ഈ വിഷയം വളരെ കൃത്യമായി തന്നെ പഠിക്കേണ്ടതും ഇതിന് പരിഹാരം കാണേണ്ടതുമാണ്. ഈ സംഘടന സമൂഹ മാധ്യമങ്ങളിലൂടെ ചില ചിത്രങ്ങളൊക്കെ പുറത്തേക്ക് വിട്ടതായി കണ്ടിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ചെങ്കോട്ടയ്ക്ക് മുകളിൽ ഇവരുടെ ഈ കറുത്ത പതാക പാറിപ്പറക്കുന്ന ചിത്രമാണ്. ഇവർ ആ രീതിയിലൊക്കെ ചിത്രങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം രാജ്യത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ ഭാഗങ്ങളിലാണ് ആക്രമണം നടത്താൻ പദ്ധതിയിട്ടിരുന്നത്. അതായത് ചെങ്കോട്ട ആക്രമിക്കുക, അയോധ്യ ശ്രീരാമക്ഷേത്രം ആക്രമിക്കുക, മറ്റ് ചില സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കുക, ഇതിനെല്ലാം ഇവർക്ക് പദ്ധതി ഉണ്ടായിരുന്നു. കാരണം ഈ 4 അംഗ സംഘത്തിലെ ഒരാൾ ഈ പറയുന്ന ഇടങ്ങളിലെല്ലാം സന്ദർശിച്ച് ചിത്രങ്ങൾ പകർത്തിയതായും ഇപ്പോൾ അന്വേഷണ സംഘത്തിന്
സംഘത്തിന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഇവരിൽ നിന്ന് ലഭിച്ച ഡിജിറ്റൽ ഉപകരണങ്ങളെല്ലാം ഫോറൻസിക് പരിശോധന നടത്തി വരികയാണ്. മാത്രമല്ല ഈ 4 പേരെയും വളരെ വിശദമായി തന്നെ രഹസ്യാന്വേഷണ ഏജൻസികളുടെ പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ ചോദ്യം ചെയ്തു വരികയുമാണ്. രാജ്യത്തിന് വളരെയേറെ അപകടകാരികളായി മാറിയാക്കാവുന്ന ഒരു ഭീകര മൊഡ്യൂളാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. നിരപരാധികളെ കൊല്ലാൻ പാകത്തിലുള്ള സ്ഫോടനങ്ങൾക്ക് ഇവർ നേതൃത്വം നൽകി വരികയായിരുന്നു, ആസൂത്രണം നടത്തി വരികയായിരുന്നു. ഇങ്ങനെ നിരവധി ആൾക്കാരെ കൊല്ലാനായിരുന്നു ഇവരുടെ പദ്ധതി. പക്ഷേ രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യുക എന്ന രീതിയിലേക്ക് ഇവരുടെ മസ്തിഷ്കത്തെ വഴിതിരിച്ചു വിട്ടിരിക്കുന്നു. മാത്രമല്ല തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ ഇവർ സന്ദർശിച്ചിരിക്കുന്നു, അതിൻ്റെ ചിത്രങ്ങൾ പകർത്തി അയച്ചിരിക്കുന്നു. അയോധ്യ ശ്രീരാമക്ഷേത്രത്തിന് നിരവധി ഭീകര സംഘടനകൾ ഇതിനോടകം തന്നെ ഭീഷണി മുഴക്കി കഴിഞ്ഞിരിക്കുന്നു. 500 വർഷത്തെ പോരാട്ടത്തിനൊടുവിലാണ് തകർക്കപ്പെട്ട ശ്രീരാമക്ഷേത്രം ഭാരതത്തിൽ നിർമ്മിക്കുന്നത്. അന്ന് മുതൽ തന്നെ ഈ ശ്രീരാമക്ഷേത്രം ബോംബിട്ട് തകർക്കുമെന്ന് സ്വദേശത്തും വിദേശത്തുമുള്ള തീവ്രവാദ സംഘടനകൾ ഭീഷണി മുഴക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ സംരക്ഷണമാണ്, വലിയ സുരക്ഷയാണ് അയോധ്യ ശ്രീരാമക്ഷേത്രത്തിന് ഒരുക്കിയിരുന്നത്. ഇപ്പോഴിതാ ആ സുരക്ഷാ ഭീഷണികൾ ശരിയാണ് എന്ന് തെളിയിക്കുന്നതാണ് ഈ ഭീകര സംഘങ്ങൾ ഈ പറയുന്ന കേന്ദ്രങ്ങളിലൊക്കെ സന്ദർശനം നടത്തിയിരുന്നു, ഇതിൻ്റെയൊക്കെ ചിത്രങ്ങൾ എടുത്തിരുന്നു എന്ന് വ്യക്തമാക്കുന്നത് ഇതുതന്നെയാണ്. അതായത് സമീപ ഭാവിയിൽ ഈ പ്രദേശങ്ങളിലൊക്കെ ആക്രമണം നടത്തുക എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യം. വളരെ കൃത്യമായി തന്നെ 3 സ്ഫോടനങ്ങളെങ്കിലും നടത്താൻ ഇവർ പദ്ധതിയിട്ടിരുന്നു എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. കാരണം ഒരു ബോംബ് പൂർണ്ണമായും ഇവർ നിർമ്മിച്ചു കഴിഞ്ഞിരിക്കുന്നു, മറ്റ് 2 ബോംബുകൾ നിർമ്മിക്കാനുള്ള അസംസ്കൃത വസ്തുക്കൾ ആയി കഴിഞ്ഞിരിക്കുന്നു. ഇത് 3ഉം വിദൂര നിയന്ത്രിത ബോംബുകളാണ്. എന്ന് പറഞ്ഞാൽ ചാവേർ സ്ഫോടനങ്ങളല്ല, വിദൂരത്ത് നിന്ന് നിയന്ത്രിക്കുന്ന 3 സ്ഫോടനങ്ങൾ നടത്തുക, അതിനുശേഷം ഈ ഭീകരവാദ പ്രവർത്തനങ്ങൾ വീണ്ടും തുടരുക, പിടിക്കപ്പെടുന്നത് വരെ എന്നതാണ് ഈ സംഘത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളായിരുന്നത്. തീർച്ചയായും ഇവർക്കൊരു കമാൻഡർ ഉണ്ടാകും, ഇവരെ നിയന്ത്രിച്ചിരുന്ന ആളുകളുണ്ടാകും, ഇവർക്ക് കൃത്യമായ പരിശീലനം നടത്തുന്ന ആളുകളുണ്ടാകും. ഒരുപക്ഷെ അവർ സ്വദേശത്തോ വിദേശത്തോ ആയിരിക്കും. അത് കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇവരെ ചോദ്യം ചെയ്യുന്നത്. മാത്രമല്ല ഇവരിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഡിജിറ്റൽ ഗാഡ്ജറ്റുകളുടെ അല്ലെങ്കിൽ ഡിജിറ്റൽ ഉപകരണങ്ങളുടെ ഫോറൻസിക് പരിശോധനാ ഫലം അതീവ നിർണായകമാവുകയും ചെയ്യും.